ഒരിക്കൽ വളരെ പാവപ്പെട്ട ഒരാൾ ശ്രീബുദ്ധൻ്റെ അടുത്തെത്തി. വളരെ വിനയത്തോടും ഭവ്യതയോടും കൂടി ഒരു ചോദ്യം ഉന്നയിച്ചു: എന്തുകൊണ്ട് ഞാൻ ഇത്ര ദരിദ്രനായി? അയാൾ ജനിച്ചതും വളർന്നതും ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ബുദ്ധൻ്റെ മറുപടി അയാളെ ആശ്ചര്യപ്പെടുത്തുകയും ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ബുദ്ധൻ പറഞ്ഞു: താങ്കൾ ദരിദ്രനായി തീർന്നത് ശരിയായ വിധം ഔദാര്യം പുലർത്തുന്നതുകൊണ്ടും ദാനധർമ്മം ചെയ്യുന്നതും കൊണ്ടുമാണ്. ആ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു: ദരിദ്രവാസിയായി ഞാൻ എന്തു ദാനം ചെയ്യാനാണ്? എന്ത് ഔദാര്യമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക? ബുദ്ധൻ മറുപടി നൽകി: മറ്റുള്ളവരുമായി പങ്കുവയ്ക്കത്തക്കവണ്ണം 5 നിധികൾ നിങ്ങൾക്കുണ്ട്. അതു നിങ്ങൾ തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അയാൾക്കു മനസ്സിലാകുന്ന വിധം ബുദ്ധൻ അവ വിശദമാക്കി. ഒന്നാമത്, നിങ്ങൾക്കൊരു മുഖമുണ്ട്. ആ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ അത് മറ്റുള്ളവർക്കു കൈമാറാം. അതവരിൽ നിശ്ചയമായും സന്തോഷത്തിൻ്റെ പ്രതികരണം ഉളവാക്കും. പുഞ്ചിരിയുടെ വശ്യത വാക്കുകൾക്കപ്പുറമാണ്. ബുദ്ധൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാത്തവരാരുമുണ്ടാകില്ല. ഗരിമയോടും ഗൗരവത്തോടും ക്രൂരഭാവത്തോടും ദുർമുഖരായിട്ടുള്ളവരെ ആരും ഇഷ്ടപ്പെടുകയില്ല. നേരെ മറിച്ച് ഒരു പുഞ്ചിരി ആരെയും ആകർഷിക്കും. കൈമാറാവുന്ന ഒരു വലിയ നിധിയായി ബുദ്ധൻ അതിനെ വിശേഷിപ്പിച്ചു. ബുദ്ധൻ തുടർന്നു: രണ്ടാമത്, നിങ്ങൾക്ക് 2 കണ്ണുകളുണ്ട്. അവ ദയാവായ്പോടും സ്നേഹാർദ്രതയോടും മറ്റുള്ളവരെ കാണുവാൻ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ നോട്ടം മറ്റുള്ളവരിൽ സദ്വികാരം ഉണർത്തുവാൻ പര്യാപ്തമാക്കണം. കണ്ണിൻ്റെ ശക്തിയും സ്വാധീനവും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ബുദ്ധൻ്റെ ദൃഷ്ടികളെപ്പറ്റി തന്നെ ഏറെ പ്രശംസകളും പ്രചോദനങ്ങളും ഉളവായിട്ടുണ്ട്. നവരസങ്ങളായ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം എന്നിവ കണ്ണുകളിൽ കൂടി പ്രകടിപ്പിക്കുന്നത് കഥകളി നടന്മാരിൽ കൂടി നാം കാണുന്നതാണ്. മറ്റുള്ളവരിൽ സ്നേഹവും ആശ്വാസവും കരുണയുമൊക്കെ ഉളവാക്കാൻ തക്കവണ്ണം നമ്മുടെ നയനങ്ങളെ ഉപയോഗപ്പെടുത്താം. അതേസമയം ഈ നിധി നമുക്ക് അനർത്ഥമായി തീരാനും ഏറെ സാധ്യതയുണ്ട്. അനേകരുടെ വീഴ്ചയ്ക്കും നാശത്തിനും കാരണമായി തീർന്നിട്ടുള്ളത് ഈ നിധിയുടെ ദുരുപയോഗം നിമിത്തമാണ്. നോട്ടത്തിൻ്റെ പിഴവ് അനർത്ഥ കാരണമാകാം. ബുദ്ധൻ വിശദീകരിച്ചു: മൂന്നാമത്, നിങ്ങളുടെ വായും അധരങ്ങളുമാണ്. നിങ്ങളുടെ വായ കൊണ്ട് അന്യരോട് ഹൃദ്യമായി സംസാരിക്കാൻ കഴിയും. നന്മ സംസാരിക്കുക. അന്യരെ വിലപ്പെട്ടവരായി അംഗീകരിച്ച് അവരോട് സംഭാഷിക്കുക. നാവിൻ്റെ സാധ്യതകൾ എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ബുദ്ധൻ. സാന്ത്വനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും വാക്കുകൾ ഉതിരുമ്പോൾ എത്ര അത്ഭുതകരമായ പ്രതികരണങ്ങൾ ഉളവാക്കുന്നു. സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയട്ടെ. പക്ഷേ പലരുടെയും പ്രശ്നം അവരുടെ നാവാണ്. വിമർശനത്തിൻ്റെയും അഹന്തയുടെയും ആത്മപ്രശംസയുടെയും ഒക്കെ വാക്കുകളാണ് അധികവും കേൾക്കുവാനിടയുള്ളത്. അത് മറ്റുള്ളവരിൽ അമർഷവും പുച്ഛവും ഈർഷ്യയും ഉളവാക്കാനേ ഉപകരിക്കൂ. നാവ് വരുത്തുന്ന നന്മയുടെ സാധ്യതകൾ നമ്മുടെ ശ്രദ്ധയിൽ ഉയർന്നു നിൽക്കട്ടെ. ബുദ്ധൻ അനുസ്മരിച്ചു: നാലാമത്, നിങ്ങൾക്കൊരു ഹൃദയമുണ്ട്. നിങ്ങളുടെ സ്നേഹനിർഭരമായ ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ആശംസിക്കാം. അവരുടെ സദ്വികാരങ്ങളെ ഉണർത്തുവാൻ കഴിയും. അതുവഴി അവരുടെ ജീവിതത്തെയും. ഹൃദയത്തിൻ്റെ നൈർമല്യത്തെപ്പറ്റി യേശുക്രിസ്തു അനുശാസിക്കുന്നത് ദൈവദർശനം സാധ്യമാക്കാൻ ഹൃദയശുദ്ധി കൈവരുത്തണം. ചിന്തകളുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടമാണല്ലോ ഹൃദയം. അത് നിയന്ത്രണത്തിലും സൂക്ഷ്മതയിലും പരിരക്ഷിക്കാനും അന്യരുടെ നന്മയും ക്ഷേമവും ആഗ്രഹിക്കുവാനും കഴിയണം. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന പ്രസക്തമാണ്: ദൈവമേ, വെടുപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അവസാനമായി ബുദ്ധൻ കൂട്ടിച്ചേർത്തു: അഞ്ചാമത്തെ നിധി നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് അനേകം നന്മ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയും. ആവശ്യത്തിലുള്ളവർക്ക് നിങ്ങളുടെ സഹായം നൽകുക. സഹായം എന്നുള്ളത് പണമല്ല, കരുതലും കരുണയും നിറഞ്ഞൊരു നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവരെ ഉദ്ദീപിപ്പിക്കാൻ കഴിയും. ഇക്കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സമ്പന്നം തന്നെ എന്ന് കരുതുക.
ദരിദ്രനാണെന്നുള്ള പോരായ്മയുടെ വികാരം വിട്ട് ധന്യതയാർന്ന പലതും തനിക്കുണ്ടെന്ന മനോഭാവം വളരെ പ്രധാനമാണ്. ബുദ്ധൻ ചൂണ്ടിക്കാണിച്ച പഞ്ചനിധികളുടെ ഉടമകളാണ് നാം എന്ന ബോധ്യം നിശ്ചയമായും നമ്മെ സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും നിലവാരത്തിലേക്ക് ഉയർത്തും. മേൽപ്പറഞ്ഞ നിധികളൊക്കെ നമ്മിൽ തന്നെ പോയിട്ട് വയ്ക്കാനല്ല, മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ തക്കവണ്ണം പ്രയോഗപ്പെടുത്താനാണ്. എപ്പോഴും മറ്റുള്ളവരുടെ നന്മയും ക്ഷേമവും നമ്മുടെ ചിന്തയിലും ശ്രദ്ധയിലും വരേണ്ടതാണ്.